പേര് മിഥുൻ എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ CPO ഫിസിക്കലിന് വേണ്ടിയാണ് വന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെയും CPO പാസ്സായതായിരുന്നു. പക്ഷെ ആ സമയത്തുള്ള ബോഡിയല്ല എൻ്റെ ഈ സമയത്തുള്ള ബോഡി. എൻ്റെ ബോഡി ഫുള്ളായിട്ട് മാറി. പക്ഷേ ഇവിടെ ട്രെയിനിങ്ങിന് വന്നതിൽ പിന്നെ അതിൻ്റെ മാറ്റങ്ങൾ എനിക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ടായി. ഇപ്പോൾ എല്ലാ മസിലും എനിക്ക് പിടിക്കണമായിരുന്നു. എൻ്റെ ഒന്നൊന്നില്ലാതെ എവിടെയൊക്കെ മസിലുണ്ട് ആ മസിലൊക്കെ എനിക്ക് പിടിക്കുമായിരുന്നു. ഫിസിക്കലിൻ്റെ തലേന്ന് വരെ എനിക്ക് അത്രയും ഇതായിരുന്നു. പക്ഷേ ടെസ്റ്റിന് പോയപ്പോഴേക്കും ഞാൻ ഓക്കെയാണ്. എനിക്ക് ഈവൻറ്റ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരിക്കലും 8 ഇവൻ്റ് ഉണ്ട്, അതിൽ 5 ഇവൻറ്റിന് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും പോകരുത്. ഒരു 8 ഇവൻ്റ് ഉണ്ടെങ്കിലും 8 ഇവൻറ്റും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും സാറിൻ്റെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇപ്പം വിചാരിച്ച സാധനത്തിനല്ല എല്ലാവർക്കും കിട്ടിയേക്കണത്. ഇപ്പോൾ ഒരാൾ ഹൈ ജമ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയാൾക്കായിരിക്കില്ല ഹൈ ജമ്പ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ NAPTൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എനിക്ക് ആദ്യ സമയത്തൊക്കെ ഷോർട്ട് പുട്ട് നല്ല രീതിക്ക് പോകുമായിരുന്നു. പിന്നെ ഒരു കൈക്ക് ഇഞ്ചറി വന്നിട്ട് ഷോർട്ട് പുട്ട് എറിഞ്ഞിട്ട് എല്ലാവരും ഇടേണ്ട പകുതി പോലും പോകാത്ത അവസ്ഥ വരെ വന്ന്. അവസാനത്തെ ദിവസം സാറെന്നെ പടി വെച്ച് അടിച്ചാണ് എറിയിപ്പിച്ചത്. ഏറ്റവും ലാസ്റ്റത്തെ ദിവസം എനിക്ക് ഈ ഷോർട്ട് പുട്ട് കിട്ടിയത്. അത്രയും ദിവസം വരെ ഞാൻ നല്ല രീതിക്ക് എറിഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ സമയപ്പോഴേക്കും എറിയണതിൻ്റെ പകുതി പോലും അറിയാത്ത അവസ്ഥ വന്നു. പിന്നെ സാറിൻ്റെ രീതിക്കല്ല ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടെന്ന് വെച്ചത്, അവനവൻ്റെ രീതിക്ക് പുള്ളി അതെനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന വെച്ചത്. അത് നല്ല രീതിക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പം സാറിനും ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായ പിള്ളേർക്കും എല്ലാവർക്കും, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.